45 ദിവസത്തിനകം മോദി വരുമെന്ന് പറഞ്ഞു. മോദി വരുമെന്ന് മാത്രമല്ല പറഞ്ഞത്, മോദി വന്ന് തിരുവനന്തപുരത്തെ പറ്റി അവരുടെ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കും എന്നാണ്. അദ്ദേഹം തിരിച്ചുപോയ സമയത്ത് അങ്ങനെയൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായോ? കേരളത്തിൻ്റെ ഒരു കോർപ്പറേഷൻ പിടിച്ച രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും ഒന്നാകുമ്പോൾ ഈ ദിവസം കൊണ്ട് അവർ തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാക്കി മാറ്റാൻ ആവശ്യമായ എന്തെങ്കിലും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാൽ നമ്മൾക്ക് അംഗീകരിക്കാമായിരുന്നു. അദ്ദേഹം ഒരു ട്രെയിൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നു, അവിടെ കുറേ രാഷ്ട്രീയ പൊളിറ്റിക്സ് പറഞ്ഞു, പിന്നീട് അദ്ദേഹം പച്ച വർഗീയത പറഞ്ഞ് തിരിച്ചുപോയി. മോദിയിൽ നിന്ന് കോൺഗ്രസ് ഇതിനപ്പുറത്തൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ 3 വർഷം മുമ്പ് കർണാടക തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് 9 മാസത്തിനിടയിൽ 25 തവണയോ മറ്റാണ് അദ്ദേഹം ബാംഗ്ലൂരിൽ വന്നത്. അവസാനത്തെ പ്രസംഗത്തിൽ അദ്ദേഹം വിരൽ ചൂണ്ടിയത് നമുക്ക് നേരെയാണ്. അദ്ദേഹം പറഞ്ഞു, കേരളത്തിലേക്ക് നോക്കൂ, കേരള സ്റ്റോറി കണ്ടോ? അത്രയ്ക്കേറെ പച്ച വർഗീയത പറഞ്ഞിട്ട് കേരളത്തിലും ഗുണമുണ്ടായിട്ടില്ല, കർണാടകയിലും ഗുണമുണ്ടായിട്ടില്ല. അവിടെ BJP ഭരണത്ത് പുറത്തേക്ക് പോയതാണ്. അതുകൊണ്ട് മോദി എത്ര പറഞ്ഞാലും, മോദി എത്ര ആവർത്തിച്ചു പറഞ്ഞാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് മുന്നോട്ട് പോകും.